ഹലോ, കേൾക്കാമോ? സോ നമ്മുടെ ഇത് വെബ് ടെക്നോളജീസിന്റെ ക്ലാസ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് നോക്കാനുള്ളത് ജാവയുടെ ബേസിൽ എങ്ങനെയാണ് വെബ് ടെക്നോളജീസ് ഇൻട്രൊഡക്ഷൻ ടു വെബ് ടെക്നോളജി യൂസിങ് J2E, ജാവ 2 എന്റർപ്രൈസ് എഡിഷൻ വെച്ച് എങ്ങനെയാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ജാവ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വളരെ കുറെ ഫെസിലിറ്റീസും അങ്ങനെയൊക്കെയുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതായത് ഈ ജാവ ആദ്യമേ ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കിന് ജാവ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ആയിരുന്നു ജാവയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് വെബ് ആപ്ലിക്കേഷൻസ് വന്നത്. അപ്പം അതിന് അവര് പല ടെക്നോളജീസ് ഉപയോഗിച്ചായിരുന്നു. അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനെ പറ്റി പറയുന്നത്. അതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യമേ വെബ് സെർവർ എന്താണെന്നും വെബ് കണ്ടെയ്നർ എന്താണെന്നും പറയും. അപ്പൊ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ കിടക്കുന്നത് ഒരു വെബ് സെർവറിലായിരിക്കും. വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു മെഷീനെക്കാട്ടിലും ഉപരി വെബ് സെർവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ. അതായത് ടോം ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ടോം ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു വെബ് സെർവറാണ്. വാം സെർവർ എന്ന് പറയുന്നത് ഒരു വെബ് സെർവറാണ്. ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സർവീസസ് IIS എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു വെബ് സെർവറാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വെബ് സെർവർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വെബ് സെർവർ ഈസ് എ സോഫ്റ്റ്വെയർ. അത് ചെയ്യുന്നത് ദാറ്റ് ഹാൻഡിൽസ് HTTP റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസസ് ടു ഡെലിവർ വെബ് പേജസ് ഓർ വെബ് കണ്ടന്റ് ടു ക്ലയൻസ്. അതായത് ക്ലയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ വെബ് ബ്രൗസർ ആയിരിക്കും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് എക്സ്പ്ലോററോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ ഫയർഫോക്സോ അങ്ങനെയൊക്കെയുള്ള വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർസ് ആയിരിക്കും നമ്മുടെ ക്ലയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലയന്റിലോട്ട്, ഈ വെബ് ക്ലയന്റിലോട്ട്, അതായത് ഈ വെബ് ബ്രൗസറിലോട്ട് നമ്മൾ ഈ HTTP റിക്വസ്റ്റിനെയും HTTP റെസ്പോൺസിനെയും ഹാൻഡിൽ ചെയ്ത് ഡേറ്റയെ കൊടുക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ഡേറ്റയെ ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വെബ് സെർവർ ചെയ്യുന്നത്. അപ്പം വെബ് ബ്രൗസർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് വെബ് സെർവർ യൂസിങ് ദ HTTP പ്രോട്ടോകോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് HTTP എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്പെഷ്യലി മെയിൻ ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് സെർവർ യൂസിങ് വെബ്. അതായത് HTTP പ്രോട്ടോകോൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വെബിൽ കൂടി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെയുള്ള ടു സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് വെബ് ആപ്ലിക്കേഷൻ ദ നമ്പർ ഓഫ് സെർവർ സൈഡ് ടെക്നോളജീസ്, അതായത് JSP, സർലെറ്റ്, PHP ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് വെബ് സെർവർ വഴിയായിരിക്കും. പിന്നെ നമുക്കൊരു വെബ് കണ്ടെയ്നർ ഉണ്ട്. വെബ് കണ്ടെയ്നർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് എ വെബ് സെർവർ. അത് നമ്മുടെ വെബ് സെർവറിന്റെ ഒരു കമ്പോണന്റ് ആണ്. ദാറ്റ് ഹാൻഡിൽസ് സർലെറ്റ്സ്, ജാവ സെർവർ പേജസ് and other web tier components. Web container is also called a servlet container or servlet engine. അപ്പൊ നമ്മൾ സെർലെറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ജാവയിലുണ്ട്. അപ്പം ആ സെർലെറ്റ് എന്ന് പറയുന്ന സെർലെറ്റ് പ്രോഗ്രാംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഈ വെബ് കണ്ടെയ്നർ വെച്ചിട്ടായിരിക്കും. ഈ ഒരു രണ്ട് കേസാണ് നമുക്കുള്ളത്. അതിൻ്റെ അടുത്ത് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെബ് സെർവർ ആൻഡ് വെബ് കണ്ടെയ്നർ. അപ്പൊ വെബ് സെർവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷന്റെ അകത്തുള്ള HTTP റിക്വസ്റ്റിനെയും HTTP റെസ്പോൺസിനെയും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് വെബ് സെർവർ ആയിരിക്കും. പക്ഷെ വെബ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അത് JSP ഫയൽസിന്റെയും സെർലെറ്റിനെയും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വെബ് കണ്ടെയ്നർ ആയിരിക്കും. J2E എന്ന് പറഞ്ഞാൽ ജാവ 2 എന്റർപ്രൈസ് എഡിഷൻ എന്നാണ് J2E പറ്റി പറയുന്നത്. നമുക്കെല്ലാം കോർ ജാവയെ പറ്റി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. കോർ ജാവ അല്ലെങ്കിൽ ജാവ സ്റ്റാൻഡേർഡ് എഡിഷൻ. അപ്പം എല്ലാ കോർ ഫംഗ്ഷനാലിറ്റീസും, ജാവ പ്രോഗ്രാമിങ്ങിനുള്ള എല്ലാ കോർ ഫംഗ്ഷനാലിറ്റീസും നമുക്ക് ഇവിടെ കിട്ടും, കോർ ജാവയിൽ കിട്ടും. ജാവ ടെക്നോളജി ഈസ് യൂസ്ഡ് ആസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആസ് വെൽ ആസ് എ പ്ലാറ്റ്ഫോം. ജാവ പ്ലാറ്റ്ഫോം പ്രൊവൈഡ്സ് എ സ്പെസിഫിക് എൻവയോൺമെന്റ് ഇൻ വിച്ച് ജാവ ആപ്ലിക്കേഷൻ വർക്ക്. അതായത് ജാവ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രമല്ല, ജാവ ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ്. അതായത് ജാവയിൽ എഴുതിയ പ്രോഗ്രാംസ് റൺ ചെയ്യണമെങ്കിൽ ഒരു ജാവ പ്ലാറ്റ്ഫോം അവിടെ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും ജാവ പ്രോഗ്രാംസ് എപ്പോഴും റൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. കാരണം ജാവയിൽ എഴുതിയ പ്രോഗ്രാംസ് നമുക്ക് വിൻഡോസിലും ലിനക്സിലും ഒക്കെ ഒരുപോലെ തന്നെ റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ J2E പ്ലാറ്റ്ഫോം ഇസ് എ സെറ്റ് ഓഫ് സർവീസസ്, ആപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ് ആൻഡ് പ്രോട്ടോകോൾ. J2E പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ ഇതെല്ലാം കൂടെ കൂടുന്നതായിരിക്കും. കുറെ സർവീസസും APIസും എല്ലാം കൂടെ കൂടുന്നതായിരിക്കും
J2E is used to develop and deploy multi-tier web-based enterprise application using a series of protocols and APIs. J2E contains several APIs such as Java servers, Java server pages, EJBs, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ APIs ഒക്കെ J2E നമുക്കുണ്ട്. ജെ ടി യുടെ ഒരു ആർക്കിടെക്ചർ ആണ് ഈ പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 3 ലെയർ ആണുള്ളത്. പ്രസന്റേഷൻ ലെയർ, ദെൻ ബിസിനസ് ലെയർ, ദെൻ ഡേറ്റാബേസ് ലെയർ. ഡേറ്റാബേസ് ലെയറിൽ എപ്പോഴും നമ്മുടെ ഡേറ്റാബേസ് മാത്രമേ കാണത്തുള്ളൂ. ഇത് നമ്മൾ ഏത് റിലേഷണൽ ഡേറ്റാബേസ് ആണോ, അത് ഒറക്കിൾ ആകാം, മൈക്രോസോഫ്റ്റ് എസ്ക്യൂഎൽ സെർവർ ആകാം, MySQL ആകാം, ഇങ്ങനെയുള്ള ഏതെങ്കിലും റിലേഷണൽ ഡേറ്റാബേസ് ആയിരിക്കും നമ്മുടെ ഡേറ്റാബേസ് ലെയറിൽ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. ദെൻ വി ഹാവ് ബിസിനസ് ലെയർ. ബിസിനസ് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ലോജിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ബിസിനസ് ലെയറിലായിരിക്കും വരുന്നത്. അപ്പം ബിസിനസ് ലെയറിന്റെ അകത്ത് ഒരു ബിസിനസ് ലോജിക് ലെയറും കാണും, ഒരു പെർസിസ്റ്റൻസ് ലെയറും കാണും. ബിസിനസ് ലോജിക് ലെയറിന്റെ അകത്തായിരിക്കും നമ്മുടെ കോഡും കാര്യങ്ങളും എല്ലാം. EJB കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാം. EJB എന്ന് പറഞ്ഞാൽ ഒരു ജാവ ക്ലാസ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ, എന്റർപ്രൈസ് ബീൻ. അതുപോലെ സെലക്ട് JSP പേജ്, അതായത് നമ്മുടെ ജാവയിൽ നിന്ന് നമ്മൾ വെബിലോട്ട് പോകുമ്പോൾ നമുക്ക് JSP പേജസ് ആയിരിക്കും കാണുന്നത്. അതിന്റെ കോഡുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു സൈഡിലായിരിക്കും ഉള്ളത്, ജാവ കണ്ടെയ്നർ. ദെൻ പെർസിസ്റ്റൻസ് എൻജിൻ. ഈ പെർസിസ്റ്റൻസ് എൻജിൻ ആയിരിക്കും നമ്മുടെ ഈ ബിസിനസ് ലോജിക്കിലുള്ള ക്ലാസ്സിനെയും നമ്മുടെ റിലേഷണൽ ഡേറ്റാബേസിലുള്ള നമ്മുടെ ടേബിൾസിനെയും തമ്മിൽ, അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസുമായിട്ട് നമുക്കൊരു കണക്ടിവിറ്റി ഉണ്ടാകുന്ന പെർസിസ്റ്റൻസ് എൻജിൻ വഴിയായിരിക്കും. അതുപോലെ പ്രസന്റേഷൻ ലെയറിന് 2 ഭാഗങ്ങളാണുള്ളത്, ക്ലയന്റും ഉണ്ട്, വെബും ഉണ്ട്. ക്ലയന്റും വെബും എന്ന് പറഞ്ഞാൽ വെബിന്റെ അകത്ത് നമ്മുടെ JSP പേജ്, സെലക്ട് പേജ് ഒക്കെ ഇരിക്കുന്നു. അതായത് ആ വെബ് സെർവറിന്റെ ഭാഗമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് എവിടെ കിട്ടുന്നു, ക്ലയന്റിന്റെ അകത്ത്, വെബ് ബ്രൗസറിന്റെ അകത്ത് നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. അതാണ് J2E applications contain 4 components or tiers: presentation, application, business, and resource adapter component. Presentation component is a client side component that is visible to the client. Presentation എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലയന്റിന് കാണുന്നത്, അതായിരിക്കും നമ്മുടെ പ്രസന്റേഷൻ ലെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ദാറ്റ്സ് എ വെബ്സൈറ്റ് ലെയർ എന്ന് പറഞ്ഞാൽ that runs on J2E server. The business component is business layer, which includes server-side business logic such as Java Beans, and it is also runs on J2E server. ഇതെല്ലാം J2E സെർവറിലായിരിക്കും റൺ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ക്ലയന്റ് ആയിട്ടുള്ളത് നമ്മുടെ വെബ് ആപ്ലിക്കേഷനും, പിന്നെ വെബ് ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ വരുന്ന വെബ് ബ്രൗസർ ആണ് ക്ലയന്റ് എന്ന് പറയുന്നത്. അതുപോലെ വെബ് സെർവർ എവിടെയാണോ കിടക്കുന്നത്, അതായത് വെബ് ലോജിക്കുകൾ നമ്മൾ ഇടുന്ന വെബ് സെർവർ സോഫ്റ്റ്വെയർ കിടക്കുന്ന സെർവറിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. ഡേറ്റാബേസ് കിടക്കുന്ന സെർവറിനെ നമ്മൾ ഡേറ്റാബേസ് സെർവർ എന്ന് പറയും. ഈ പടം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാമോ?
പിന്നെ നമുക്ക് ആ ചെക്ക് യുവർ പ്രോഗ്രസ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് വെബ് സെർവർ ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം എ വെബ് കണ്ടെയ്നർ? സോ നെയിം എനി ഫോർ വെബ് കണ്ടെയ്നേഴ്സ്. ഇപ്പൊ വെബ് സെർവറും വെബ് കണ്ടെയ്നറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെബ് സെർവർ എന്താണ്, വെബ് കണ്ടെയ്നർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വെബ് കണ്ടെയ്നർ എക്സാമ്പിൾസ് ആയിട്ട് കുറെ കാര്യങ്ങൾ, അതായത് മോസ്റ്റ് കോമൺ വെബ് കണ്ടെയ്നേഴ്സ് ആണ് ഗ്ലാസ്ഫിഷ്, എക്ലിപ്സ്, ജേബോസ്, അപ്പാച്ചെ, ടോംകാറ്റ്, ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. Then J2 എന്താണെന്ന്, what are the components of J2 application, what technologies are included in J2 platform. J2E എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ J2ന്റെ കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റേഷൻ ലെയർ, ബിസിനസ് ലെയർ, ഡേറ്റാബേസ് ലെയർ, ഇതൊക്കെയാണ്. ഡിഫൈൻ ദ ടേം മൊഡ്യൂൾ ഇൻ J2E. അതായത് J2ന്റെ മൊഡ്യൂൾ എന്ന് പറയുന്നത് what are the four specific modules in J2E applications. J2E modules എന്ന് പറയുന്നത് നമ്മുടെ എന്റർപ്രൈസ് ജാവ ബീൻ, ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി, ജാവ സെർവർ പേജസ്, ഇതൊക്കെയാണ് J2E modules എന്ന് പറയുന്നത്. നമുക്കുള്ളത് ഡിസൈൻ പാറ്റേൺസ് ആണ്. ഈ ഡിസൈൻ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു J2E ആപ്ലിക്കേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഡിസൈൻ പാറ്റേൺസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതായത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഒരു J2E വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, അതിന് ഏത് പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് പല രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം, അതിന് പല പാറ്റേൺസ് പറയുന്നുണ്ട്. MVC അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പാറ്റേൺസ് കേട്ടിട്ടുണ്ട്. അതുപോലെ പല പല ഡിസൈൻ പാറ്റേൺസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അകത്ത് ഡിസൈൻ പാറ്റേൺസ് ആർ ദ ബെസ്റ്റ് സൊല്യൂഷൻ ദാറ്റ് ആർ ടെസ്റ്റഡ്, വെരിഫൈഡ്, ഡെവലപ്പ് പ്രോട്ടോടൈപ്സ് ദാറ്റ് ക്യാൻ സ്പീഡ് അപ്പ് യുവർ ഡെവലപ്മെന്റ് പ്രോസസ്. അതായത് നമുക്ക് ഡെവലപ്മെന്റിന്റെ അകത്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് എപ്പോഴും ഭയങ്കര ഈസി ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഒരു ഡിസൈൻ പാറ്റേൺസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ കുറച്ചുകൂടെ നമുക്ക് സ്പീഡപ്പ് ആക്കാൻ സാധിക്കും. സ്പീഡപ്പ് ആക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ഡെവലപ്മെന്റിന്റെ അകത്ത് നമ്മൾ ഏർപ്പെട്ട് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മുടെ അതൊക്കെ കുറെ പ്രീ കോഡഡ് ആയിരിക്കും. നേരത്തെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കോഡിങ് എഫേർട്ട് എന്ന് പറയുന്നത് കുറെ കുറഞ്ഞു കിട്ടും. അതാണ് ഡിസൈൻ പാറ്റേൺസ് എന്നുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ പാറ്റേൺസ് ആർ ദ ബെസ്റ്റ് സൊല്യൂഷൻസ് ദാറ്റ് ആർ ടെസ്റ്റഡ്, വെരിഫൈഡ്, ഡെവലപ്ഡ് പ്രോട്ടോടൈപ്സ് ദാറ്റ് ക്യാൻ സ്പീഡ് അപ്പ് development process. When you may face problems during software development, the design patterns give you explanations for those problems. Experienced developers have developed these explanations to provide the finest solutions to the problems. It's also beneficial for unexperienced software developers. അതായത് ഒരു സിമ്പിൾ ആയിട്ട് സോഫ്റ്റ്വെയർ ഡിസൈൻ പഠിക്കാൻ വേണ്ടി ഒരു അൺഎക്സ്പീരിയൻസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പറിനെ പോലും സഹായിക്കുന്ന ഒരു ഇതാണ് ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഈ ഡിസൈൻ പാറ്റേൺസിന്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കുറെ റീയൂസബിൾ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. റീയൂസബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ഡിസൈൻ പാറ്റേൺസിന്റെ അകത്ത് കാണാം. റീയൂസബിൾ എന്ന് പറഞ്ഞാൽ നമുക്കത് പല പല പ്രൊജക്റ്റുകളിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളെ ക്രിയേഷണൽ ആദ്യം പറഞ്ഞേക്കുന്നത് ക്രിയേഷണൽ ഡിസൈൻ പാറ്റേൺസ് ആണ്. അപ്പം ക്രിയേഷണൽ ഡിസൈൻ പാറ്റേൺ പ്രൊവൈഡ് എ വേ ടു ഡീൽ വിത്ത് ദ ക്രിയേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ആൻഡ് ഡിഫൈൻ 5 ഡിസൈൻ patterns such as abstract factory, built-up factory, prototype, and singleton pattern from which
two like singleton and factory design patterns are to be discussed below. അതായത് ഓരോ പാറ്റേണിനെ പറയുന്നു. ഇതിൻ്റെ അകത്ത് അബ്സ്ട്രാക്ട് ഫാക്ടറിയെ പറ്റി പറയുന്നു. അബ്സ്ട്രാക്ട് ഫാക്ടറി അലൗസ് ടു ക്രിയേറ്റ് ഫാമിലീസ് ഓഫ് റിലേറ്റഡ് ഒബ്ജക്ട്സ്. അതായത് പല ഒബ്ജക്ട്സിനെ എല്ലാം കൂടെ കൂട്ടി ഒരു ഫാമിലി ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് അബ്സ്ട്രാക്ട് ഫാക്ടറി എന്ന് പറയുന്നത്. പക്ഷെ ബിൽഡർ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് to many object creation problems, the objective of this pattern is to separate the creation of complex object from its representation. അതായത് ആ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ അകത്തുള്ള കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്, അതിനെ എന്ത് ചെയ്യുവാണ്, അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിൽഡർ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ടു പ്രൊഡ്യൂസ് ന്യൂ ഒബ്ജക്റ്റ്. അതായത് പ്രോട്ടോടൈപ്പ് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ക്ലോൺ ചെയ്തിട്ട് പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമുക്ക് എന്താ പറയുന്നത്, ഈ ഓൾറെഡി ഉള്ള ഒബ്ജക്റ്റിനെ വീണ്ടും വീണ്ടും ആവശ്യം വരുന്നത് നമുക്ക് ക്ലോൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺ ഉണ്ട്. സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേണിൻ്റെ അത് അഡാപ്റ്റഡ് ഡിസൈൻ പാറ്റേൺ ഉണ്ട്. അതെന്ന് പറയുന്നത് ലിങ്ക് ബിറ്റ്വീൻ ടു റിലേഷണൽ ഇന്റർഫേസസ്. രണ്ട് ഇന്റർഫേസസ് തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് അഡാപ്റ്റഡ് ഡിസൈൻ പാറ്റേൺ ഉപയോഗിക്കുന്നത്. അതുപോലെ കോമ്പോസിറ്റ് ഡിസൈൻ പാറ്റേൺസ് ഡിഫൈൻസ് എ പൂൾ ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ ടു ബി ട്രീറ്റഡ് ആസ് എ സിംഗിൾ ഒബ്ജക്ട്. അതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യും. പിന്നെ ഡെക്കറേറ്റഡ് ഡിസൈൻ പാറ്റേൺ ഉണ്ട്. ഇറ്റ്സ് യൂസ് ടു ചേഞ്ച് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് വൺ ടൈം. Then we have facade design pattern is used to generating wrapper interfaces of top existing interfaces. ഇങ്ങനെ ഇതിനെപ്പറ്റി ജസ്റ്റ് ഈ സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺസിന്റെ അകത്തൊക്കെ എല്ലാത്തിനെ പറ്റി പറയണമെന്നില്ല, ഒന്നോ രണ്ടോ എണ്ണത്തിനെ പറ്റി പറഞ്ഞാൽ മതി. പിന്നെ ബിഹേവിയർ ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഉള്ളത് MVC ആണുള്ളത്. ബിഹേവിയറൽ ഡിസൈൻ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പാറ്റേൺസ് അതിൻ്റെ അകത്തുണ്ട്. ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, കമാൻഡ്, ഇന്റർപ്രറ്റർ, ഐട്രേറ്റർ, മീഡിയേറ്റർ, ഇങ്ങനെ പറഞ്ഞ കുറെ ഡിസൈൻ പാറ്റേൺസ് വരുന്നതാണ് ബിഹേവിയറൽ ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് ഇതാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് MVC എന്ന് പറയുന്നത്. MVC എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡൽ വ്യൂ കണ്ടെയ്നർ ഡിസൈൻ പാറ്റേൺ. It is an architectural pattern for web applications. It can be used across many frameworks with many programming languages such as Java ആണെങ്കിലും PHP ആണെങ്കിലും Python, .NET, ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് MVC എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് മോഡൽ, ദെൻ വ്യൂ, വ്യൂ, ദെൻ C എന്ന് പറയുന്നത് കൺട്രോളർ. V എന്ന് പറയുന്നത് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ കാണുന്ന ആ ഒരു വെബ് പേജസിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. ദെൻ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ഒബ്ജക്ട്സിനെ ആയിരിക്കും നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺട്രോളറാണ് ഈ വ്യൂവിനെയും മോഡലിന്റെയും ഇടയ്ക്ക് നിന്ന് ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ് ലോജിക്സുകളൊക്കെ വരുന്നത് കൺട്രോളറിലായിരിക്കും. അപ്പം തന്നെയുള്ള പറയുന്നുണ്ട്, മോഡൽ ഡിനോട്ട്സ് ഓൺലി ദ പ്യുവർ ആപ്ലിക്കേഷൻ ഡേറ്റ ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ലോജിക് ഫോർ റെപ്രസെന്റിംഗ് ഡേറ്റ ടു യൂസർ. അതിനകത്തൊരു ബിസിനസ് ലോജിക്, കോഡുകളൊന്നുമില്ല മോഡലിന്റെ അകത്ത്. മോഡലിന്റെ അകത്ത് ഉള്ളത് ജസ്റ്റ് ആ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രസന്റിംഗ് ഡേറ്റ ടു ദ യൂസർ, ജസ്റ്റ് ഡേറ്റയെ യൂസറിന് പ്രസന്റ് ചെയ്യാൻ. But the controller comes between the view and the model layer, and it is responsible for accepting a request from the user, performs interactions on the data model objects and sends it back to the view layer. അതായത് ഈ കൺട്രോളർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വ്യൂവിൽ നിന്ന് ഡേറ്റയെ എടുത്തിട്ട് അതിന് എന്തെങ്കിലും ആക്ഷൻസ്, അതിലെന്തെങ്കിലും ലോജിക്സുകൾ പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അത് പെർഫോം ചെയ്തിട്ട് മോഡലിൽ വരും. എന്നിട്ട് മോഡലിൽ നിന്ന് തിരിച്ചുള്ള ഡേറ്റയെ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തിട്ട് തിരിച്ച് വ്യൂ എടുക്കും. അതാണ് കൺട്രോളറിന്റെ ജോലി എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു UML ക്ലാസ് ഡയഗ്രാം ഓഫ് MVC ഡിസൈൻ പാറ്റേൺ ആണെന്ന് പറയുന്നത്. നമുക്കൊരു യൂണിവേഴ്സിറ്റി കൺട്രോളർ ഉണ്ട്. യൂണിവേഴ്സിറ്റി കൺട്രോളർ, പിന്നെ യൂണിവേഴ്സിറ്റി വ്യൂ, യൂണിവേഴ്സിറ്റി മോഡൽ. യൂണിവേഴ്സിറ്റി മോഡലിൻ്റെ അത് നെയിമും ലൊക്കേഷനും ഉണ്ട്. നെയിമും ലൊക്കേഷനും അതിൻ്റെ ഗെറ്റ് നെയിം, സെറ്റ് നെയിം, ഗെറ്റ് ലൊക്കേഷൻ, സെറ്റ് ലൊക്കേഷൻ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെയിമിനെ ഗെറ്റ് ചെയ്യാനും നെയിമിനെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിനെ നമ്മൾ കൺട്രോളർ വെച്ചിട്ടാണ്, ഈ യൂണിവേഴ്സിറ്റി കൺട്രോളർ എന്ന് പറയുന്ന ഒരു ആ കൺട്രോളറിന്റെ അകത്തുനിന്ന് സെറ്റ് യൂണിവേഴ്സിറ്റി നെയിമിനെ നമുക്ക് വിളിക്കാം. അതിനെ വിളിക്കുന്നത് ഇതിന്റെ അകത്ത് വെച്ചായിരിക്കും വിളിക്കുന്നത്. ഇതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി വ്യൂവിലോട്ട് നമുക്ക് കിട്ടും. അപ്പം മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ
ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എം വി സി എക്സാമ്പിൾ എന്ന് പറയുന്ന അത് അതിൻ്റെ അകത്തായിരിക്കും മെയിൻ ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് റിട്രീവ് ഡേറ്റ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് നേരെ കൺട്രോളറിലോട്ടാണ് പോകുന്നത്. കൺട്രോളറിൽ ചെന്നിട്ടായിരിക്കും അവിടുന്ന് ഡേറ്റയെ നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഒരു കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി വ്യൂ എന്ന് പറയുന്നതിനകത്ത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കൺട്രോളറാണ് മോഡലിന്റെ അത് ഇതാണ്. മോഡലിന്റെ അത് ഡേറ്റയും എടുത്തുകൊണ്ട് വരുന്നു. സെറ്റ് യൂണിവേഴ്സിറ്റി നെയിം ഉണ്ട്, ഗെറ്റ് യൂണിവേഴ്സിറ്റി നെയിം ഉണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് അതിനെ കോൾ ചെയ്യുന്നു മാത്രമേ. അതുകൊണ്ട് മെയിൻ ഫംഗ്ഷന്റെ അകത്ത് റിട്രീവ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ അകത്തുനിന്ന് ചെയ്യുന്ന എത്രയുള്ളൂ യൂണിവേഴ്സിറ്റി മോഡൽ, യൂണിവേഴ്സിറ്റി അതിന്റെ ക്ലാസിനെ ഉണ്ടാക്കിയിരിക്കുന്നു. യൂണിവേഴ്സിറ്റി ഡോട്ട് സെറ്റ് നെയിം, സെറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അതവിടെ ചെയ്യുന്നത് ഇഗ്നവ് മൈതാൻ ഗർഹി എന്ന് പറയുന്ന ഇത്രയും ഡേറ്റയെ അങ്ങോട്ട് പാസ് ചെയ്തു. ജസ്റ്റ് ഈ പടം ഒന്ന് നോക്കിക്കണം.
നെക്സ്റ്റ് നമുക്കുള്ള റെപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺ ആണ്. റെപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺസ് വരുമ്പോഴത്തേക്കിന് റെപ്പോസിറ്ററി മീൻസ് സംതിങ് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ സ്റ്റോറേജ്. അതായത് ഒരു സ്റ്റോറേജിന്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. റെപ്പോസിറ്ററി മീനിങ് ഈസ് സെയിം ആസ് ഇൻ ടേംസ് ഓഫ് ഡിസൈൻ പാറ്റേൺ ഈസ് റിലേറ്റഡ് ടു ദ ഡേറ്റ. റെപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺ ഈസ് യൂസ്ഡ് ഇൻ ഡേറ്റ സെൻട്രിക് ആപ്ലിക്കേഷൻസ്. അപ്പം ഡേറ്റ സെൻട്രിക് ആപ്ലിക്കേഷന്റെ അകത്താണ് നമ്മുടെ റെപ്പോസിറ്ററി പാറ്റേൺ വരുന്നത്. അപ്പൊ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് ലോജിക്കിനെയും ഡേറ്റ സോഴ്സ് ലെയേഴ്സിനെയും തമ്മിൽ എന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്യും. ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിസിനസ് ലോജിക്കിനെ മാറ്റി നിർത്തും, ഡേറ്റ ലെയേഴ്സിനെ മാറ്റി വരും. അതായത് തമ്മിൽ ഐസൊലേറ്റ് ചെയ്ത് നിർത്തും. അതാണ് മെയിൻ ആയിട്ട് അത് ചെയ്യുന്നത്. Suppose client business logic wishes a query from data source, then it first goes to the repository layer. ഒരു ബിസിനസ് ലോജിക്കിന് ഡേറ്റ സോഴ്സിലോട്ട് ഒരു query കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യുന്നത്, ആദ്യമേ നമ്മുടെ റെപ്പോസിറ്ററി ലെയറിനോട് ചോദിക്കും. അപ്പൊ റെപ്പോസിറ്ററി ലെയർ ആയിരിക്കും query ഡേറ്റാബേസിലോട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് തിരിച്ചു വരുമ്പോഴും റെപ്പോസിറ്ററി ലെയറിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലയന്റിലോട്ട് ആ ഡേറ്റ പോകത്തുള്ളൂ. അതിനെയാണ് നമ്മൾ റെപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ പടം നിങ്ങൾ നോക്കിയാൽ മതി. ക്ലയന്റ് ദെൻ ഡേറ്റ സോഴ്സ്, ഇതിന്റെ ഇടയ്ക്ക് രണ്ടിന്റെ ഇടയ്ക്ക് റെപ്പോസിറ്ററി നിൽക്കുന്നു.
ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എങ്ങനെയാണ് ഒരു വെബ് ആപ്ലിക്കേഷനെ നമുക്കൊരു എക്സിക്യൂഷൻ രീതിയിലോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് ബിൽഡിംഗ് ജാവ ആപ്ലിക്കേഷൻ ജാർ ആൻഡ് വാർ ആൻഡ് ഡിപ്ലോയിങ് ഇൻ ടോംകാറ്റ്. അതായത് അങ്ങനെ നമുക്കൊരു പാക്കേജ് ആക്കിയിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടോംകാറ്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ജാർ പാക്കേജിംഗ് ആണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ജാർ പാക്കേജിംഗ് നോക്കുമ്പോൾ ജാർ ഈസ് എ പാക്കേജ് ഫയൽ ഫോർമാറ്റ്. ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് ജാർ ഫയൽസ് ഈസ് ഡോട്ട് ജാർ. ഡോട്ട് ജാർ എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും ജാറിന്റെ അകത്ത് വരുന്നത്. And may contain libraries, resources and metadata files. Basically, it is a zipped file containing the compressed version of .class files. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, ഒരു കംപ്രസ്ഡ് വേർഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. And compared Java libraries and applications, we can create a jar file using the jar command like the following. അതെങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. jar then space ഇട്ടിട്ട് cf space ഇട്ടിട്ട് name jar file input files. അതാണ് ജാർ ആയിട്ട് വരുന്നത്. ദെൻ വാർ പാക്കേജിംഗ് ഉണ്ട്. വാർ പാക്കേജിംഗ് വരുമ്പോഴത്തേക്കിന് അത് വെബ് ആർക്കൈവ് ആയിരിക്കും. വെബ് ആർക്കൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അകത്ത് കിടക്കുന്നത് അതും ഒരു ഇതുപോലെ നമ്മുടെ സിപ്പ് ഫയൽ, നിങ്ങൾ കാണുന്ന ആ ഒരു സിപ്പ് ഫയലിന്റെ ഫോർമാറ്റിലായിരിക്കും അത് വരുന്നത്. അതിനെ നമുക്കൊരു വാർ ഫയലോ ജാർ ഫയലോ ആക്കിയതിനു ശേഷം നമുക്ക് അതിനെ എന്ത് ചെയ്യുക, ഡിപ്ലോയ് ടു നമ്മുടെ ടോംകാറ്റിലോട്ട് ചെയ്യാന്നുള്ളത്. അതായത് ടോംകാറ്റിൽ കൊണ്ട് അതിനെ കോപ്പി ചെയ്തിടുക എന്നുള്ളതേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇതുപോലൊരു ഫോൾഡറിലായിരിക്കും നമുക്ക് അതിനെ കിട്ടുന്നത്. ജാറും വാറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രോസസ് ഓഫ് ക്രിയേഷൻ ഡിപ്ലോയ്മെന്റ് ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് വാർ ഫയൽസ്. അതാണ് വാർ ഫയൽ ഡിപ്ലോയ് ചെയ്യുന്ന എങ്ങനെ, ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറയുന്നത്. ക്രിയേറ്റ് വാർ ഫയൽ യൂസിങ് ഒരു ടൂൾ വെച്ചിട്ടായിരിക്കും അതിനെ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാ സൊല്യൂഷൻസ് ഇവിടെയുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് സർവ്ലെറ്റ് എന്നാണ്. സർവ്ലെറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ജാവ ഈ ഒരു വെബ് ടെക്നോളജിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സർവ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പം ജാവ ക്ലാസസ് നമുക്ക് എന്താന്ന് എല്ലാവർക്കും തന്നെ അറിയാം. സർവ്ലെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ ജാവ ക്ലാസ് ദാറ്റ് ഈസ് ഡിസെൻഡഡ് ഫ്രം ദ ക്ലാസ് ജാവ എക്സ് ഡോട്ട് സർവ്ലെറ്റ്. ജാവ എക്സ് ഡോട്ട് സർവ്ലെറ്റ് ഡോട്ട് HTTP സർവ്ലെറ്റിൽ നിന്നും ഡിസെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. അപ്പം ഈ ജാവ സർവ്ലെറ്റ് എന്ന് പറയുന്നത് ചെറിയ ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ജാവ പ്രോഗ്രാംസ് ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് അത് റൺ ചെയ്യുന്നത് ഒരു ജാവ എനേബിൾഡ് വെബ് സെർവറിലായിരിക്കും. ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം എ ജാവ ക്ലാസ് ഓർ റാദർ ഇന്റർഫേസ് ആൻഡ് റിക്വസ്റ്റ് ടു ഇംപ്ലിമെന്റ് certain methods so that web container or servlet container is able to send execution to the servlet. Web container job എന്ന് പറയുന്നത് is to handle the request of the web server, process this request, produce a response and send it back to the server. അതാണ് ഉദ്ദേശിക്കുന്നത്. ജാവ സർവ്ലെറ്റ് പ്രോഗ്രാമിന്റെ സൈക്കിൾസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹൗ ദ സർവ്ലെറ്റ് ഇസ് ലോഡഡ് ആൻഡ് ഇനിഷ്യേറ്റഡ്. എങ്ങനെയാണ് ഒരു സർവ്ലെറ്റ് ലോഡ് ചെയ്യുന്നത്, ഇനിഷ്യേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഹൗ എ സർവ്ലെറ്റ് റിസീവ്സ് ആൻഡ് റെസ്പോൺസ് ടു റിക്വസ്റ്റ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഓഫ് സർവീസ്. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ HTTP പ്രോട്ടോകോളും HTTP മെത്തേഡ്സും ഉണ്ട് അതിനുള്ളത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ദാറ്റ് ഇസ് സ്പെഷ്യലി mean to communicate between client and server using web or internet. HTTP എന്ന് പറയുന്നത് that is a stateless protocol ആണത്. It supports only request per connection. അതായത് ഒരു കണക്ഷന് ഒരു റിക്വസ്റ്റ് മാത്രമേ അത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. Can be further simplified as HTTP client connects to the server to send one request only and then it is disconnected. അതായത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെർവറുമായിട്ടൊന്ന് കണക്ട് ചെയ്യും, ഒരു റിക്വസ്റ്റ് മാത്രമേ ഒരു ടൈമിൽ എടുത്ത് അത് കഴിഞ്ഞിട്ട് അത് ഡിസ്കണക്ട് ആയി പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി പറയുമ്പോൾ ഇതാണ് അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. വെബ് ക്ലയന്റിൽ നിന്ന് വെബ് സെർവറുമായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. HTTP റിക്വസ്റ്റ് ദെൻ HTTP റെസ്പോൺസ്. അതിന്റെ HTTP റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ whenever a client sends a message to a server, it is an HTTP request. എപ്പോഴൊക്കെ ഒരു ക്ലയന്റ് ഒരു സെർവറിന് ഇത് ചെയ്യുന്നുണ്ടോ ആ സമയത്തെല്ലാം അതെന്തായിട്ട് മാറും, ഒരു HTTP റിക്വസ്റ്റ് ആയിട്ട് മാറും. As you have learned until now, when the client sends a request to the server returns a response to the client. Web client sends a request specifying one of the 7 HTTP request methods. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു റിക്വസ്റ്റ് സർവ്ലെറ്റിന്റെ എക്സാമ്പിൾ ആണ്. റിക്വസ്റ്റ് സർവ്ലെറ്റിനകത്ത് വരുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമുക്ക് നമ്മുടെ
HTML കോഡിനെ സെർവ്ലെറ്റ് പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംബഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി അത് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് എക്സ്റ്റൻസ് HTTP സെർവ്ലെറ്റ് എന്ന് പറയുന്നത്. ആ HTTP സെർവ്ലെറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? അതിന്റെ അകത്ത് ഈ HTML-നെ എംബഡ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പം java.util.date. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടുഡേസ് ഡേറ്റ് എടുക്കുകയാണ്. ചെയ്തതിന് ശേഷം out.println കറന്റ് ഡേറ്റ് ആൻഡ് ടൈം എന്താണെന്ന് പറയും, ഡേറ്റ് ടു സ്ട്രീം. അതായത് HTML പേജിലോട്ടാണ് അതിനെ റൈറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ഹെഡിങ് ആയിട്ട് H3 എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിന്റെ അകത്ത് റിക്വസ്റ്റ് ഇൻഫർമേഷൻ എക്സാമ്പിൾ, അതിനുശേഷം നമ്മൾ ഒരു മെത്തേഡിനെ വിളിക്കുന്നു. എന്നിട്ട് ഓരോന്നും അവിടെ ചെയ്തു റിക്വസ്റ്റ് URI, ഏത് URI ആണ് നമ്മൾ വിളിക്കുന്നത്, റിക്വസ്റ്റ് പ്രോട്ടോകോൾ, ആ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ജാവ ക്ലാസ് തന്നെയാണ് ഈ സെർവ്ലെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് റൺ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു വെബ് സെർവറിലായിരിക്കും. സോ ഇറ്റ് ഇസ് എ വെബ് ആപ്ലിക്കേഷൻ. അതിനെ നമ്മൾ സെർവ്ലെറ്റിനെ വെച്ച് നമ്മൾ ഒരു വെബ് ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഒരു ജാവ ക്ലാസ്സിന് ആ ഒരു വെബിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള, അതായത് വെബിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആ കഴിവ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഏതിനെയാണ്? HTTP സെർവ്ലെറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അതിന് അവിടെ ആ ഒരു വെബ് പേജിൽ അതിന് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അതുപോലെ HTML-നെ എംബഡ് ചെയ്യാൻ നമ്മുടെ ഒരു ജാവ ക്ലാസിന്റെ അകത്ത് HTML-നെ എംബഡ് ചെയ്യാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സോ അടുത്ത HTTP റെസ്പോൺസ് ആണ് പറയുന്നത്. അപ്പം ഒരു സെർവറിന് ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇന്റർപ്രറ്റ്സ് റിക്വസ്റ്റ് മെസ്സേജ് ആൻഡ് റെസ്പോൺസ് വിത്ത് HTTP റെസ്പോൺസ് മെസ്സേജ്. റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റെസ്പോൺസ് മെസ്സേജ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പല റെസ്പോൺസുകളും കാണാം. ഇപ്പൊ HTTP 500 അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പല മെസ്സേജുകളും കാണാം. 404 എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഇസ് നോട്ട് ഫൗണ്ട്. അങ്ങനെയുള്ള കുറെ റിക്വസ്റ്റ് റെസ്പോൺസുകൾ, അതായത് സെർവർ നമുക്ക് സെർവറിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ HTTP റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതാണ് 100 തൊട്ട് 199 വരെയുള്ള സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ആൻഡ് ദ പ്രോസസ് ഈസ് കണ്ടിന്യൂയിങ്. സക്സസ്ഫുൾ റെസ്പോൺസസ് ആണ് 200 to 299. റീഡയറക്ട് ചെയ്യുന്ന റെസ്പോൺസസ് ആണ് 300 to 399. ക്ലയന്റിന്റെ ഭാഗത്തു നിന്നുള്ള എറേഴ്സ് ആണ് 400 to 499. അതായത് റിക്വസ്റ്റ് കണ്ടെയ്ൻസ് incorrect syntax or cannot be fulfilled. It means the server failed to fulfill an apparently valid request. Then സെർവറിന്റെ ഭാഗത്തു നിന്നുള്ള എറേഴ്സ് ആണ് 500 to 599. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് കോഡും അതിന്റെ ഡിസ്ക്രിപ്ഷൻ. പിന്നെ നമുക്ക് രണ്ട് ഗെറ്റ് മെത്തേഡും കാണും. പിന്നെ ഗെറ്റ് മെത്തേഡിന്റെ അകത്ത് വരുന്നത്, ഗെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ get method is used to retrieve requested data from a specified resource in the server. നമ്മുടെ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ ഒരു ഡേറ്റയെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിനാണ് ഗെറ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ആൻഡ് കോമൺലി യൂസ്ഡ് HTTP റിക്വസ്റ്റ് മെത്തേഡ്സ്. ഗെറ്റ് മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. ഫോമിന്റെ അകത്ത് നമ്മൾ ആക്ഷൻ info.jsp മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. The above program consists of two input boxes. രണ്ട് input boxes of name and goals. When you run the above program by using the procedure defined section 2.7, the result screen will display as shown in the figure 3. ഇതായിരിക്കും നമ്മുടെ ഗെറ്റ് മെത്തേഡിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയാം. ഇനി നമുക്ക് വി ഹാവ് പോസ്റ്റ് മെത്തേഡ് ഉണ്ട്. പോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ
നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനെ നമുക്ക് വേറെ ഒരു പേജിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതാണ് ഫോം ആക്ഷൻ ഈക്വൽ ടു info.jsp. അപ്പൊ info.jsp എന്ന് പറയുന്ന ആ പേജിലോട്ട് നമുക്ക് ഇതിന്റെ അകത്തുള്ള ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഫോമിന്റെ അകത്ത് കാണാം ഫോം നെയിം info form action info.jsp മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വരുന്ന ഈ നെയിം 1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിൽ വരുന്ന ഡേറ്റയും കോഴ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിൽ വരുന്ന ഡേറ്റയും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. പോസ്റ്റ് ടു എങ്ങോട്ടാണ്, info.jsp. അതായത് ഈ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ info.jsp.ആണ് പോകുക. അങ്ങോട്ട് നമുക്ക് അതിനെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് സർലെറ്റിന്റെ ആർക്കിടെക്ചർ ആണ്. സർലെറ്റിന്റെ ആർക്കിടെക്ചറിന്റെ അകത്ത് നമുക്ക് വെബ് ബ്രൗസർ ഉണ്ട്, വെബ് സെർവർ ഉണ്ട്, സർലെറ്റ് കണ്ടെയ്നർ. ഈ സർലെറ്റിന്റെ കണ്ടെയ്നറിന്റെ ഇതിന്റെ അകത്ത് വരുമ്പോൾ സർലെറ്റ് കണ്ടെയ്നറിന്റെ അകത്തുള്ളത് സർലെറ്റ്സ് ആയിരിക്കും. ആ സർലെറ്റ്സിനായിട്ട് നമ്മൾ ഡേറ്റാബേസിലോട്ടുള്ള ഒരു കണക്ടിവിറ്റി വരും. Servers are the Java program that transform the Java enabled server. The client or web browser sends the HTTP request to the web server. Client or web server or web browser or HTTP request അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് വെബ് സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്നത്. The web server receives the request and passes the request to the servlet container, and subsequently the servlet container provides this request to the corresponding server. The servlet processes the request and generates the response in the form of output. The servlet എന്താ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഈ ബ്രൗസറിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ അത് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം അതിനെ പ്രോസസ് ചെയ്ത് ഡേറ്റാബേസുമായിട്ട് എന്തെങ്കിലും കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്തതിനു ശേഷം ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരും. This process may require communication to a database and may also invoke a web service for computing the response directly. ആ പ്രോസസ്സിംഗ് എല്ലാം ചെയ്തതിനു ശേഷമായിരിക്കും നമ്മുടെ ആ ഒരു റെസ്പോൺസ് ഒബ്ജക്റ്റിനെ തിരിച്ചു വരുന്നത്. Then we have generic servlet classes ഉണ്ട്. Generic servlet classes എന്ന് പറഞ്ഞാൽ നമ്മൾ സെർവറ്റിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലാസ്സസിനെയാണ് നമ്മൾ ജനറൽ സെർവറ്റ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. We have servlet, then servlet config, then java.io.serializable interfaces. അതുപോലെ സെർവറ്റ് ഇന്റർഫേസസ് എന്താണെന്ന് വെച്ചാൽ എല്ലാ സെർവറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സെർവറ്റും സെർവറ്റ് ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ജാവ സെർവറ്റ് ക്ലാസ് does not have a main method. ഒരു മെയിൻ മെത്തേഡ് ഇല്ല. സോ all servlets must implement the java x.servlet.interface. അതിനെ നിർബന്ധമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. Then we have servlet config interface ഉണ്ട്. An object of servlet config is created by the servlet container for each servlet. This object is used to pass configuration related information to servlet during startup. Then serializable interface ഉണ്ട്. Serializable interface എന്ന് പറഞ്ഞാൽ the Java serializable interface is a marker interface. It means that it contains no methods. അതിനകത്ത് മെത്തേഡ്സ് ഒന്നും ഉണ്ടാകത്തില്ല. Then HTTP servlet classes ഉണ്ട്. പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്ന ഫങ്ഷൻസ് ആണ്. ഗെറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ് മെത്തേഡ് വഴിയോ പോസ്റ്റ് മെത്തേഡ് വഴിയോ നമ്മൾ കൊടുത്തു വിടുന്ന വാല്യൂവിനെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഗെറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഗെറ്റ് ക്വറി സ്ട്രിങ്ങും അത് തന്നെയാണ്. URL വഴി നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവിനെ പാസ് ചെയ്യുവാണെങ്കിൽ ഗെറ്റ് ക്വറി സ്ട്രിങ് എടുക്കാം. ഗെറ്റ് കുക്കീസ് എന്ന് പറഞ്ഞാൽ കുക്കി ഒബ്ജക്ട്സിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ് ഗെറ്റ് കുക്കീസ് ഉപയോഗിക്കുന്നത്. ഗെറ്റ് ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈഡ് റിക്വസ്റ്റ് ഹെഡർ, അതായത് ആ റിക്വസ്റ്റ് ചെയ്യുന്ന ഹെഡറിന്റെ സ്ട്രിങ്ങിനെ എടുക്കാൻ വേണ്ടിയാണ്. ദെൻ ഗെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ മെത്തേഡ് ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഗെറ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് സെഷന്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും റിക്വസ്റ്റിന്റെ അകത്തുള്ളത്. അതുപോലെ റെസ്പോൺസിന്റെ അകത്ത് വരുമ്പോഴത്തേക്കിന് ഗെറ്റ് റൈറ്റർ ഉണ്ട്. ഗെറ്റ് റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഡേറ്റയെ നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗെറ്റ് റൈറ്റർ. ദെൻ ആഡ് കുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുക്കിയെ നമ്മുടെ സെർവറിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ആഡ് ഹെഡർ എന്ന് പറഞ്ഞാൽ ഹെഡറിന്റെ വാല്യൂവിനെ എന്ത് ചെയ്യും, റെസ്പോൺസ് ഹെഡറിലോട്ട് ആഡ് ചെയ്യും. ഗെറ്റ് ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ obtains a byte-based output stream that enables binary data to be sent to the client. ക്ലയന്റിന്
ബൈനറി ഡേറ്റയെ സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. സെൻഡ് എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് എററിനെ സെൻഡ് ചെയ്യാൻ. സെൻഡ് റീഡയറക്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയൊരു URL-ലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെൻഡ് റീഡയറക്ട് അതിൻ്റെ www.google.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ google.com-ലോട്ട് പോകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ സെർവ്ലെറ്റിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. അപ്പം സെർവ്ലെറ്റിന്റെ ആ ഒരു ഇതെല്ലാവരും ഒന്ന് നോക്കണേ, പടം ഒന്ന് നോക്കിക്കേ. സെർവ്ലെറ്റ് ആർക്കിടെക്ചർ 5 minutes ഒന്ന് റെസ്റ്റ് എടുത്തോട്ടോ.
നമുക്ക് നെക്സ്റ്റ് ഉള്ളത് സർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ ആണ്. സർവ്ലെറ്റ് ലൈഫ് സൈക്കിളിന്റെ അകത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് മെയിൻ ആയിട്ടും ആദ്യമേ ഇനിഷ്യലൈസേഷൻ ആണ് വരുന്നത്. സർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ Java Servlet has a life cycle that defines the steps in processing of a servlet. അതിന്റെ അകത്ത് വരുന്നത് servlet loading and initialization. Servlet load ചെയ്യുന്നു, initialize ചെയ്യുന്നു. And how servlet receives and responds to requests. And how a servlet is taken out of service. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇനിറ്റ് മെത്തേഡ് ആണ്. ഇനിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സർവ്ലെറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ, അതായത് സർവ്ലെറ്റിന്റെ ലൈഫ് ബിഗിൻ ചെയ്യുന്നത് ഈ init method വെച്ചിട്ടായിരിക്കും. The init method is where the servlet life cycle begins. The servlet container calls this method after the servlet class has been instantiated. അതായത് servlet ക്ലാസ്സിനെ എവിടെയാണ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ servlet ഈ init method വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. This method is called exactly once by the servlet container to indicate to the servlet that the servlet is being placed into service. അപ്പൊ അതിന്റെ ആ ഇനിറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് അതിനകത്ത് വരുന്നത്. നമുക്കിവിടെ കാണാം സെലക്ട് മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ഇനിഷ്യലൈസേഷൻ ഉണ്ട്, ദെൻ സർവീസ് ഉണ്ട്, ദെൻ ഡിസ്ട്രക്ഷൻ. ഇനിഷ്യലൈസേഷൻ എടുത്ത് മെയിൻ ആയിട്ടും വരുന്നത് റിസോഴ്സിനെ ലോക്ക് ചെയ്യും. ദെൻ സർവീസസിന്റെ അകത്ത് വരുന്നത് ആക്സെപ്റ്റ് റിക്വസ്റ്റിനെ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് വരുന്നത് ഡിസ്ട്രക്ഷൻ ആണ്. ഡിസ്ട്രക്ഷന്റെ അകത്ത് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് റിക്വസ്റ്റിനെ എല്ലാം സർവീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം സർവീസ് മെത്തേഡിന്റെ അകത്ത് വരുന്നത് നമ്മുടെ ഹാൻഡ്ലിംഗ് ഇൻകമിംഗ് റിക്വസ്റ്റ് ആൻഡ് ജനറേറ്റ് റെസ്പോൺസ്. അതായത് നമ്മുടെ ഇൻകമിംഗ് റിക്വസ്റ്റിനെ എല്ലാം ഹാൻഡിൽ ചെയ്ത് അതിൻ്റെ അകത്ത് റെസ്പോൺസിനെ ഉണ്ടാക്കുന്നതാണ് സർവീസ് മെത്തേഡ് ചെയ്യുന്നത്. This method is called by the servlet container and cannot start servicing the request until the servlet's init method has been executed. The most common use of this method is in the HTTP servlet class. Then നമുക്ക് അതിനുശേഷമുള്ളത് destroy method ആണ്. destroy മെത്തേഡിന്റെ അകത്തുനിന്നാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ സെർവറ്റ് ഔട്ട് ഓഫ് സർവീസ് ആവുന്നത്, സർവീസിന് പുറത്തു പോകുന്നത് destroy മെത്തേഡിന്റെ അകത്തുനിന്നാണ്. The destroy method is called only once when all the processing of the servlet is over and it is at the end of the life cycle. When your application is stopped or servlet container shuts down, this method will be called to close down those shared resources and other cleanup required before the servlet is taken out of service. So destroy method വെച്ചിട്ടാണ് നമ്മുടെ സെർവറ്റിന്റെ ആ ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കളയും. നമുക്ക് ക്രിയേറ്റിംഗ് എ സെർവറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബേസിക് സെർവറ്റ് ആണ്. നമ്മൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വെൽക്കം ടു ദ ഇഗ്നോ ഫാമിലി എന്നെന്ത് ചെയ്യുന്നു ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും. നമ്മൾ സെർവറ്റിനെ ആദ്യമേ നമ്മൾ എക്സ്റ്റെൻസ് HTTP സെർവറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദെൻ ഇതിന്റെ അകത്തെല്ലാം HTTP സെർവറ്റ് റിക്വസ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റും റെസ്പോൺസിന്റെ ഒരു ഒബ്ജക്റ്റും നമുക്ക് വേണം. എക്സെപ്ഷനെ ത്രോ ചെയ്യുന്നുണ്ട്. ദെൻ പ്രിന്റ് റൈറ്റർ ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കി റെസ്പോൺസ് ഡോട്ട് ഗെറ്റ് റൈറ്റർ. നമ്മൾ ഔട്ട് ഡോട്ട് പ്രിന്റ് അതിൻ്റെ അകത്ത് HTML കോഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. HTML സ്റ്റാർട്ട് ചെയ്യുന്നു, ഹെഡ്, ദെൻ ടൈറ്റിൽ ആയിട്ട് സെർവറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ഹെഡ്, ബോഡി, അതിൻ്റെ അകത്ത് വെൽക്കം ടു ദ ഇഗ്നോ ഫാമിലി. അപ്പൊ ഇത് റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വി വിൽ ഗെറ്റ് എ വെബ് പേജ് ദാറ്റ് കണ്ടെയ്ൻസ് വെൽക്കം ടു ദ ഇഗ്നോ ഫാമിലി. അങ്ങനെയുള്ള ഒരു വെബ് പേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതിനെ റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, റണ്ണിങ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ഓഫ് സെർവറ്റ്. അപ്പം ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ടോംകാറ്റോ അല്ലെങ്കിൽ ഗ്ലാസ് ഫിഷോ ഇങ്ങനെ ഏതെങ്കിലും ഒരു വെബ് സെർവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സാണ് നമ്മൾ ആദ്യമേ പിന്നെ ചെയ്യേണ്ടത്. അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ജാവ ഡെവലപ്മെന്റ് കിറ്റ് JDK നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. Then download the latest version of Tomcat server and install it in your machine. നമ്മൾ Tomcat സെർവറിന്റെ ലേറ്റസ്റ്റ് വേർഷനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ അതിനെയും ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിൾസ്, ചില കേസുകളിൽ എൻവയോൺമെന്റ് വേരിയബിൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. എൻവയോൺമെന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാവ ഏത് പാത്തിലാണ് കിടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിസ്റ്റം സൈഡിൽ നിന്ന് സിസ്റ്റത്തിന് മുഴുവനായിട്ട് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻവയോൺമെന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മൾ ജാവ ഹോമിന്റെ അകത്ത് C പ്രോഗ്രാം ഫയൽസ്, ജാവ JDK
അത് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അവിടെ പറഞ്ഞു കൊടുക്കുന്നു. എൻവയോൺമെന്റ് വേരിയബിളെ ക്ലിക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ന്യൂ എന്ന് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ ക്ലാസ് പാത്ത് എന്ന് പറയുന്ന സംഭവമാണ് ഇത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജാവയുടെ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ടോം ക്യാറ്റിന്റെ സെർവറിൽ ഇത്രയും കാര്യങ്ങൾ വരും. ഈ ഒരു ഫോൾഡേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കിവിടെ കാണാം, യു ക്യാൻ സീ ദീസ് ഫോൾഡേഴ്സ് അണ്ടർ യുവർ ആപ്ലിക്കേഷൻ ലൈക്ക് ദ ഫോളോയിങ് ഫിഗർ 7. Create EX under the web apps folder as per the following figure 7. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കോപ്പി ചെയ്തിടുവാണ് ചെയ്യുന്നത് നമ്മുടെ ഫയൽ. നമ്മൾ കമ്പയറിങ് ആൻഡ് റണ്ണിങ് ദ സെർവ്ലെറ്റ് അണ്ടർ ദ സെർവ്ലെറ്റ് ഫോൾഡർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കയറി റൺ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഉള്ളതിന്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ നെറ്റ് ബീൻസ് വഴിയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ഇത് അതിന്റെ ഒരു ഫോർമാറ്റ് പറഞ്ഞേക്കും. നിങ്ങൾ നെറ്റ് ബീൻസ് വഴി ചെയ്താലും മതി. നെറ്റ് ബീൻസ് വഴിയാണെങ്കിൽ ന്യൂ പ്രൊജക്ട് ജാവ വെബ് എന്നതിനെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ നെയിമും ലൊക്കേഷനും കൊടുക്കുന്നു. ജസ്റ്റ് പ്രൊജക്ട് ക്രിയേറ്റ് ആയതിനു ശേഷം മൈ സെലക്ട് എന്നാണ് പേരൊക്കെ കൊടുക്കുന്നത്. സെലക്ടിന് നെയിം കൊടുക്കുന്നു. ഹലോ എന്ന് പറയുന്ന ഇതായിരിക്കും സെലക്ടിന്റെ നെയിം. എന്നിട്ട് സെലക്ടിന്റെ അകത്ത് നമ്മൾ കോഡിനെ എഴുതുന്നു. ഇത്രയും നമ്മുടെ നെറ്റ് ബീൻസ് വഴിയുള്ളത്. നമ്മൾ ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. അതായത് ഒരു സെർവ്ലെറ്റ് പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് സെർവ്ലെറ്റ് ഏത് പ്രോഗ്രാമിലാണോ ഏത് സിസ്റ്റത്തിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിന് ആദ്യമേ ജാവ ഡെവലപ്മെന്റ് കിറ്റ് ഉണ്ടായിരിക്കണം. അത് ആദ്യമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന്റെ പാത്ത് നമ്മൾ സെറ്റ് ചെയ്യുക. അത് നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യമാണ്. പാത്ത് സെറ്റ് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ദെൻ എൻവയോൺമെന്റ് വേരിയബിൾസ് എടുത്തിട്ടായിരിക്കും പാത്ത് സെറ്റ് ചെയ്യുന്നത്. ദെൻ we have to install Tomcat server. Tomcat server നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. Tomcat server ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെബ് പാർട്ടിലായിരിക്കും നമ്മൾ പോയി വെബ് ആപ്സ് എന്ന് പറയുന്ന പാർട്ടിലായിരിക്കും നമ്മൾ പോയി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെർവറിനെ കൊണ്ടുവരുന്നത്. അത് നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ. പക്ഷെ നെറ്റ് ബീൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫയൽ ന്യൂ പ്രൊജക്ട് എടുത്തിട്ട് വെബ് ആപ്ലിക്കേഷൻ എടുക്കുക. വെബ് ആപ്ലിക്കേഷൻ എടുത്ത് വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ന്യൂ ഫയൽ എന്ന് പറയുന്ന ന്യൂ സെലക്ട് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെലക്ട് ഫയലിനെ നമുക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും എളുപ്പം. ഈ രീതിയിലാണ് നമ്മൾ ഒരു സെർവ്ലെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കുള്ളത് സെഷൻ മാനേജ്മെന്റ് ആൻഡ് ഡാറ്റാബേസ് കണക്ടിവിറ്റി സെർവ്ലെറ്റിന്റെ. അപ്പൊ ഈ സെഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് ആണ്, സെഷൻലെസ് ആണ്. അതായത് HTTP റിക്വസ്റ്റുകളെല്ലാം എന്തായിരിക്കും, സ്റ്റേറ്റ്ലെസ് ആയിരിക്കും. ഒരു റിക്വസ്റ്റ് പെർ കണക്ഷൻ ആണ് അതിൻ്റെ അകത്ത് പോകുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സെഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് കാണണമെന്ന് നിർബന്ധമില്ല. ഒരു സെഷൻ വേരിയബിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കുറെ വാല്യൂവിനെയൊക്കെ സ്റ്റോർ ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇതിനകത്ത് സെഷൻ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ സെഷൻ എന്ന് പറഞ്ഞാൽ ദ സെർവർ ഷുഡ് റെക്കഗ്നൈസ് എ സീരീസ് ഓഫ് റിക്വസ്റ്റ് ഫ്രം ദ സെയിം യൂസർ which form a single working session. For example, in net banking application, each client can be differentiated from another using by associating a unique identifying in request. അതായത് ഒരു നെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ ഒരേ സമയം തന്നെ നമ്മൾ പല യൂസേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ അവരതിനെ ഹാൻഡിൽ ചെയ്യുന്ന യൂസിങ് ദ സെഷൻസ് ആയിരിക്കും. അതായത് ഒരു യൂസർ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ദെൻ ദ സെഷൻ ഓഫ് ദാറ്റ് യൂസർ വിൽ സ്റ്റാർട്ട്. ഒരു യൂസർ എപ്പോൾ ലോഗിൻ ചെയ്യുന്നു ആ സമയത്തായിരിക്കും ആ യൂസറിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം പിന്നെ വർക്ക് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ യൂസറിന്റെ സെഷനിലായിരിക്കും. അതിന്റെ അണ്ടറിലായിരിക്കും പിന്നെ പോകും. എപ്പോൾ ആ യൂസർ അവിടെ നിന്ന് ലോഗ് ഔട്ട് ആകുന്നു അതുവരെ ആ സെഷനായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ the server should be able to remember information related to the previous request and other business transactions that are made for that request. For example, in net banking application, state comprises client information such as account number and amount transaction made within the particular session. അതിൻ്റെ അകത്ത് വരുന്നത് ആ സെഷൻ റിലേറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും. അപ്പം ആ സെഷന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ പാസ് ചെയ്യുന്നു, എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ സ്റ്റേറ്റിന്റെ അകത്ത് വരും. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് HTTP സെഷൻ ഒബ്ജക്റ്റിനെ ആയിരിക്കും. Any dynamic website or web application uses the concept of sessions and the session object to store data for a particular user. ഒരു പർട്ടിക്കുലർ യൂസറിന്റെ സെഷൻ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ യു വിസിറ്റ് എനി വെബ് ആപ്ലിക്കേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം യു ഹാവ് എന്റർഡ് ലോഗിൻ നെയിം ആൻഡ് പാസ്വേഡ്. നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ലോഗിൻ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദിസ് ഇൻഫർമേഷൻ മൈറ്റ് ബി this information might be stored in session variable and maintained by the select container during your visit to web application so that it can be accessed when needed. അതവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സെലക്ട് കണ്ടെയ്നർ നമ്മൾ വെബ് ആപ്ലിക്കേഷനിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കിന് അതിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും. when your session is started, അപ്പം എന്ത് ചെയ്യും? ഒരു യുണീക്ക് ID നമ്മുടെ ബ്രൗസർ ഓരോ ക്ലയന്റിനും അലോട്ട് ചെയ്യും. ആ ക്ലയന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. സെഷൻ ഒബ്ജക്ട് ഈസ് ഡിനോട്ടഡ് ബൈ javax.http.http സെഷൻ ഇന്റർഫേസ്. ഇതിനകത്ത് കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് അതിന് പറയുന്നത്. The following example will explain about session management using the methods defined in the HTTP session interface. നിങ്ങൾക്ക് ഇവിടെ കാണാം HTTP സെഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് നമ്മളിവിടെ ഒരു വേരിയബിളിനെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനകത്ത് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് ഗെറ്റ് സെഷൻ, ആ കറസ്പോണ്ടിങ് സെഷനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരു സെഷൻ ഡോട്ട് ഗെറ്റ് ആട്രിബ്യൂട്ട് CT എന്ന് പറയുന്നതിന്റെ വാല്യൂവിനെ ആയിരിക്കും നമ്മൾ CT സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സെഷൻ ഡോട്ട് ഗെറ്റ് ID എന്ന് പറഞ്ഞാൽ കറന്റ് സെഷന്റെ ഐഡിയ കിട്ടും. സെഷൻ ഡോട്ട് ഈസ് ന്യൂ, പുതിയ സെഷനെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേഷൻ ടൈം, ലാസ്റ്റ് ആക്സസ് ഡേറ്റ്. വി ഹാവ് വിസിറ്റഡ് ദിസ് പേജ്, ആ വിസിറ്റ് ചെയ്യുന്നതിന്റെ കൗണ്ടും വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് കാണാം. വി ഹാവ് വിസിറ്റഡ് ദിസ് പേജ് വൺ ടൈം. സെഷൻ ID എന്ന് പറയുന്നത് ഒരു വലിയൊരു വാല്യൂ ആയിരിക്കും. പുതിയ സെഷൻ ആണോ എന്നുള്ളത് കാണാം. ആ സെഷൻ ക്രിയേറ്റ് ചെയ്തതിന്റെ ടൈം, ലാസ്റ്റ് ആക്സസ് ടൈം ആണ് ഇവിടെ കാണുന്നത്.
അതുപോലെ തന്നെ ഈ സെർവ്ലെറ്റ് പ്രോഗ്രാമിനെ നമുക്ക് ഒരു ഇൻഡെക്സ് ഫയൽ, അതായത് നമുക്കൊരു ലിങ്കിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് ഇവിടെ കാണുന്നത് H1 ഹെഡിങ് ആയിട്ട് നമ്മൾ ക്ലിക്ക് ഹിയർ ടു ഗോ എന്ന് എഴുതിയിട്ട് അതിനൊരു സെഷൻ hrefന്റെ അത് സെർവ്ലെറ്റ് സെഷൻ. ആ സെർവ്ലെറ്റ് സെഷൻ എന്ന് പറയുന്നത് ഈ സെർവ്ലെറ്റിന്റെ നെയിമാണ്. നമുക്ക് ഇവിടെ കാണാം സെർവ്ലെറ്റ് സെഷൻ. ഇതാണ് പബ്ലിക് ആ സെർവ്ലെറ്റ് സെഷൻ. ഈ നെയിം ആയിരിക്കും നമ്മൾ ആ hrefന്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് നെറ്റ് മീൻസിന്റെ അത് റൺ ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയർ ടു മൈ സെർവ്ലെറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആദ്യത്തെ സെർവ്ലെറ്റ് സെഷൻ സെർവ്ലെറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ സെഷന്റെ പ്രോഗ്രാം. നെക്സ്റ്റ് നമുക്കുള്ളത് കുക്കീസ് ആണ്. നമ്മൾ കുക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കുക്കീസ് എന്ന് പറയുന്നത്. ഇപ്പം നെയിം, ഒരു സിംഗിൾ വാല്യൂ ആൻഡ് ഓപ്ഷണൽ ആട്രിബ്യൂട്ട്സ് സജസ്റ്റ് കമന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് നമ്മളൊരു കുക്കീസ് എന്ന് പറയുന്നത്. അപ്പൊ കുക്കീസിന് മെയിൻ ആയിട്ടും രണ്ട് ടൈപ്സ് ഉണ്ട്. നോൺ പെർസിസ്റ്റന്റ് കുക്കി ഉണ്ട്, പെർസിസ്റ്റന്റ് കുക്കി ഉണ്ട്. നോൺ പെർസിസ്റ്റന്റ് കുക്കി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എഫക്റ്റീവ് ഫോർ എ സിംഗിൾ സെഷൻ ഓൺലി ആൻഡ് റിമൂവ്ഡ് ഈച്ച് ടൈം വെൻ ദ യൂസർ പ്രോസസ് ദ ബ്രൗസർ. അതായത് ഒരു സിംഗിൾ സെഷൻ കുക്കിയാണ് നമ്മൾ നോൺ പെർസിസ്റ്റന്റ് കുക്കി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സിംഗിൾ സെഷനിൽ മാത്രമേ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്യും വെൻ ദ യൂസർ പ്രോസസ് ബ്രൗസർ. അതുപോലെ പെർസിസ്റ്റന്റ് കുക്കി എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മൾട്ടിപ്പിൾ സെഷനിൽ ആക്റ്റീവ് ഒരു സംഭവമാണ് പെർസിസ്റ്റന്റ് കുക്കി എന്ന് പറയുന്നത്. അതുപോലെ ഒരു കുക്കി ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കുക്കി ദെൻ കുക്കി നെയിം ഈക്വൽ ടു ന്യൂ കുക്കി ഓഫ്, അതിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യും കുക്കി നെയിമും, എന്ത് കുക്കിക്ക് എന്ത് നെയിമാണ് കൊടുക്കേണ്ടത്, ആ കുക്കിയുടെ ഒറിജിനൽ വാല്യൂ എന്താണെന്നുള്ളത്, കീ വാല്യൂ ആണ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ആ കുക്കിയുടെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. Submit your data for get cookie servlet. കുക്കി സി ഈക്വൽ ടു ന്യൂ കുക്കി നെയിം, യു നെയിമിന്റെ അകത്തോട്ട് നെയിം നമ്മൾ പാസ് ചെയ്യുന്നു. അപ്പം അതിന്റെ ആ ഒരു റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പുനം എന്ന് പറയുന്ന നെയിമിനെ നമ്മൾ പാസ് ചെയ്യുന്നു. വെൽക്കം ടു സബ്മിറ്റ് യുവർ ഡേറ്റ ഫോർ ഗെറ്റ് കുക്കി സെർവർ. ഈ പൂനം എന്ന് പറയുന്നത് ആ കുക്കിയിലെ ഡേറ്റയാണ്. ആ ഡേറ്റയാണ് നമ്മൾ അതിനകത്തോട് പാസ് ചെയ്ത് വിടുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കുക്കി എന്ന് പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എന്താ പറയുന്നത്, ഒരു പാർട്ട് ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ കുക്കി എന്ന് പറയുന്നത്.
ആക്ച്വലി URL റൈറ്റിംഗ് ആണ്. നമ്മൾ സെഷൻ മാനേജ്മെന്റ് ഒബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, HTTP സെഷൻ അതുപോലെ കുക്കീസ്. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് യു ക്യാൻ യൂസ് ടു മെയിൻറ്റെയിൻ യൂസർ സെഷൻസ് ഇസ് ബൈ യൂസിങ് URL റൈറ്റിംഗ്. എങ്ങനെയാണ് URL റൈറ്റിംഗ് വഴി, അതായത് URL വഴി നമ്മൾ എങ്ങനെ വാല്യൂവിനെ പാസ് ചെയ്ത് വിടുന്നു എന്നുള്ളതാണ് URL റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Using URL writing technique, you can send parameter name value pairs like the following. നിങ്ങൾക്ക് കാണാം name equal to XYZ and age equal to 20. അപ്പൊ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ myserver.com എന്ന് പറയുന്ന ആ പേജിലോട്ട് പോകുന്നത് കൂട്ടത്തിൽ എന്ത് ചെയ്യും, നെയിം എന്ന് പറയുന്ന വാല്യൂവിന്റെ വാല്യൂ XYZ ആയിട്ടും ഏജിനെ 20 ആയിട്ടും പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ വാല്യൂസ് എന്ത് ചെയ്യുന്നു അവിടെ ചെല്ലുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണാം URL റൈറ്റിംഗ് ഫോം. ഇതിന്റെ അകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സെലക്റ്റിന്റെ അകത്ത് നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ യൂനെയിമും പാസ്വേഡും നമുക്ക് എടുക്കാൻ സാധിക്കും. യൂനെയിമും പാസ്വേഡും ഇവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ വെച്ചായിരിക്കും എടുക്കുന്നത്. അതിനെ നമ്മൾ ഇഫ് പാസ്വേഡ് ഈക്വൽ ടു SOCIS ആണെങ്കിൽ റെസ്പോൺസ് ഡോട്ട് സെൻഡ് റീഡയറക്ട്, ഇവിടെ നിങ്ങൾ നോക്കി ഫെച്ച് URL സർവ്ലെറ്റ് ദെൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഇതിന് നമ്മൾ പറയുന്ന പേര് query string ആണ്. യൂസർ നെയിം ഈക്വൽ ടു നെയിം എന്ന് പറഞ്ഞിട്ട് നോക്കുക. ഈ ഫസ്റ്റ് URL സർവ്ലെറ്റിന്റെ അകത്ത് വെച്ച് നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ യൂസർ നെയിമിനെ എടുക്കാൻ സാധിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഇത് കാണാം, റാം എന്ന് പറയുന്നത് ഇവിടെ പാസ് ചെയ്യുന്നത്, പാസ്വേഡ് കൊടുക്കുന്നു. ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും URL പാരാമീറ്റർ വാല്യൂ നമുക്ക് URL അഡ്രസ് ബാറിൽ കാണാൻ പറ്റുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ റാമിനെ അവിടെ കിട്ടാം. നമുക്ക് ഹിഡൻ ഫീൽഡ്സ് ആണ്. ഹിഡൻ ഫീൽഡ്സ് ഇതുപോലെ തന്നെ യൂസർ സെഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഹിഡൻ ഫീൽഡ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഹിഡൻ ഫീൽഡ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റയെ ഇങ്ങനെ മാറ്റി സ്റ്റോർ ചെയ്യും. എന്നിട്ട് അങ്ങനെ നമ്മൾ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് സെഷനെ മാനേജ് ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ഹിഡൻ ഫീൽഡ്സ് ഉപയോഗിക്കുന്നത്. Another, if you have seen the form many times on the website, when clients submit the form, additional fields will also be sent in the request in the form. അപ്പോൾ ഹിഡൻ ഫീൽഡ്സ് വെച്ചിട്ട് ഹിഡൻ ഫീൽഡ്സിന്റെ അകത്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പക്ഷേ വെളിയിലിരിക്കുന്ന ആൾക്ക് ആ ഡേറ്റയെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഹിഡൻ, നെയിം ഈക്വൽ ടു യൂസർ ID, വാല്യൂ ഈക്വൽ ടു SOCIS. നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വാല്യൂനെ കാണാൻ സാധിക്കത്തില്ല. പക്ഷേ അതിൻ്റെ വാല്യൂ ഉണ്ട്.
എന്നിട്ട് നമ്മൾ അടുത്ത പേജിൽ പോയി റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ യൂസർ ഐ ഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഹിഡൻ ഫീൽഡ്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് സെലക്ട് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ടിനെ നമുക്ക് കുറെ സെലക്ടിനെ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമുക്ക് സെലക്ട് കൊളാബറേഷൻ എന്ന് പറയുന്നത്. സെലക്ട് കൊളാബറേഷൻ മീൻസ് ഷെയറിംഗ് ഇൻഫർമേഷൻ അമംഗ് ദ സെലക്ട്. സെലക്ടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇൻഫർമേഷനെ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്ട് കൊളാബറേഷൻ എന്ന് പറയുന്നത്. ദിസ് ടാക്ടിക് requires each select to know the other select with its collaborates. അപ്പം അത് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോ സെലക്റ്റും ഏത് സെലക്റ്റുമായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയേണ്ടതായിട്ട് വരും. Sometimes the situation arises in program coding and you may require passing the request from one select to another. നമുക്ക് ഒരു സെലക്റ്റിൽ നിന്ന് വേറൊരു സെലക്റ്റോട്ട് പാസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരാം. അതിന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് യൂസിങ് റിക്വസ്റ്റ് ഡിസ്പാച്ചർ ഇന്റർഫേസ്. റിക്വസ്റ്റ് ഡിസ്പാച്ചർ ഇന്റർഫേസ് വഴി നമുക്കത് ചെയ്യാം. ദെൻ ഫോർവേഡ് മെത്തേഡ് ഉണ്ട്. ഫോർവേഡ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് വേറെ നമ്മുടെ ഒരു സെലക്റ്റിനെ നമ്മൾ ഒരു സെലക്റ്റിൽ നിന്ന് വിളിക്കും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫോർവേഡ് റിക്വസ്റ്റ് ഫ്രം എ സെലക്ട് ടു അനദർ വെബ് റിസോഴ്സ് ലൈക്ക് സെലക്ട്. ഒരു സെലക്റ്റിനെ വിളിക്കുന്നതിനെയാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സെലക്റ്റിലെ കണ്ടന്റിനെ നമ്മുടെ സെലക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നമുക്കിവിടെ ഉണ്ട്. ഈ റിക്വസ്റ്റ് സെലക്റ്റിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാം റിക്വസ്റ്റ് ഡിസ്പാച്ചർ. അപ്പൊ അത് വെൽക്കം സ്റ്റുഡന്റ് സെലക്റ്റിനെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് യൂസ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെൽക്കം സ്റ്റുഡന്റ് സെലക്ട് ഡോട്ട് ജാവ ഇതിനെ അവിടെ വിളിക്കും. അതിന്റെ ഒരു ഇതായിട്ട് വരുന്നത് വെൽക്കം റാം യൂസർ നെയിം ഓഫ് പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്. അതായത് യൂസർ നെയിം ഓർ പാസ്വേഡ് ഇസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും തെറ്റാണെങ്കിൽ അങ്ങനെ വരും. എന്നിട്ട് ആ ലോഗിൻ ഫോമിലോട്ട് തിരിച്ചു വിളിക്കുന്നതാണ് അവിടെ കാണുന്നത്. പക്ഷേ റിക്വസ്റ്റ് ഡിസ്പാച്ചറിന്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒരു HTML ഫയലിനെയോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരു സെലക്റ്റിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനകത്തൊരു ഡിസ്പാച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ആ കോഡ് ഒന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. നമുക്ക് HTTP സെലക്ട് ഇന്റർഫേസ് റെസ്പോൺസ് ഇന്റർഫേസ് ഉണ്ട്. ആ HTTP റെസ്പോൺസ് ഇന്റർഫേസ് സെലക്ട് ഇന്റർഫേസ് ക്യാപ്ചേഴ്സ് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ദ റെസ്പോൺസ് ഒബ്ജക്റ്റ്
that is returned to the client from an HTTP server. The interface HTTP server response offers many protocol specific methods. ഇതിന്റെ അകത്തും ചെയ്യുന്നത് നമുക്ക് ഈ റെസ്പോൺസ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് റൈറ്ററിനൊരു ഒബ്ജക്റ്റിനെ, അതായത് നമുക്ക് ആ റെസ്പോൺസ് പേജിലോട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ HTTP റിക്വസ്റ്റ് റെസ്പോൺസ് റൈറ്റർ എടുക്കുന്നത്. Then we have send redirect method. Send redirect മെത്തേഡിന്റെ അകത്ത് അത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഏത് URL-നെയാണ് അതുവഴി നമ്മൾ പാസ് ചെയ്ത് വരുന്നത് അതിലോട്ട് എന്താവും നമ്മുടെ ആപ്ലിക്കേഷൻ റീഡയറക്റ്റ് ആവും. അതിനുവേണ്ടിയാണ് നമ്മൾ സെൻഡ് റീഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഈ ഫോർവേഡും സെൻഡ് റീഡയറക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫോർവേഡ് മെത്തേഡ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ക്യാൻ ബി യൂസ് ടു റീഡയറക്ട് ദ റിക്വസ്റ്റ് വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് എ ക്ലയന്റ് ബ്രൗസർ. ക്ലയന്റ് ബ്രൗസറിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെയാണ് പാസ് ചെയ്യുക. പക്ഷെ സെൻഡ് റീഡയറക്റ്റിന് എന്ത് വേണം? നിർബന്ധമായിട്ടും നമുക്ക് നമ്മുടെ ബ്രൗസറിന്റെ സഹായമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഇതിലോട്ട് പാസ് ചെയ്യാൻ സാധിക്കത്തില്ല. സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇന്റർഫേസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റ് ആണ്. അവിടെയാണ് നമ്മുടെ സെർവ്ലെറ്റ് റൺ ആവുന്നത്. സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വെബ് കണ്ടെയ്നർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മൾ ആ പ്രൊജക്ട് ഡിപ്ലോയ് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. Using this, we can use to access all resources available within the application and to store attributes with the other servlets with the same context can use. And use the one context per web application. ഒരു വെബ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾക്ക് കാണാം സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റ് ആപ്പിന് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നത്. ഈക്വൽ ടു ഗെറ്റ് സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റ്. കറന്റ് സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റ് നമുക്ക് പഠിപ്പിക്കും. പിന്നെ നമുക്ക് സെറ്റ് ആട്രിബ്യൂട്ടും ഗെറ്റ് ആട്രിബ്യൂട്ട് മെത്തേഡും ഉണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമുക്കൊരു ആട്രിബ്യൂട്ടിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആട്രിബ്യൂട്ടും എടുത്തുന്ന വാല്യൂനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് ആട്രിബ്യൂട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഗെറ്റ് സെഷനും സെറ്റ് സെഷനും ഒക്കെ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്ന് പറയുന്നത് സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റിന് എങ്ങനെയാണ് വേരിയബിളിനെ എടുക്കുന്നത് കാണിക്കുന്നത്. SC എന്ന് പറയുന്ന സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റ് ആണ്. SC ഡോട്ട് സെറ്റ് ആട്രിബ്യൂട്ട് നെയിമിന്റെ അകത്തോട്ട് ഒരു യു നെയിമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ യു നെയിമിന്റെ അകത്ത് വരുന്നത് ഈ യൂസർ നെയിമിന്റെ വാല്യൂ ആയിരിക്കും വരുന്നത്. നമ്മൾ അവിടെ അതിനെ പ്രിന്റ് ചെയ്യുന്നത് കാണിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ കാണാം റാം %89. ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. ഈ %greater than 80 ആണെങ്കിൽ അങ്ങോട്ട് പോവുക, സെർവ്ലെറ്റ് ഡെമോ 2 എന്ന് പറയുന്നതിനെ വിളിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ സെർവ്ലെറ്റ് ഡെമോ 2-ന്റെ അകത്ത് പറയുന്നത് കൺഗ്രാജുലേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ %greater than 80 ആണെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകും. 89 ആണെങ്കിൽ എന്ത് ചെയ്യും, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ ഈസ് ഇൻകറക്റ്റ്. അതവിടെ എൽസ് കണ്ടീഷന്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഡേറ്റ ഈസ് ഇൻകറക്റ്റ്. ഫിൽ ചെയ്യുന്ന ഡേറ്റയ്ക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലോഗിനെ തന്നെ വിളിക്കാൻ പറയും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഡേറ്റാബേസ് കണക്ടിവിറ്റി ആണ്. ഡേറ്റാബേസ് കണക്ടിവിറ്റി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഡേറ്റാബേസ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഡേറ്റാബേസും നമ്മുടെ സെർവ്ലെറ്റും ഇത് രണ്ടും വേറെ വേറെ എൻറ്റിറ്റീസ് ആണ്. ഇത് തമ്മിൽ ഡയറക്റ്റ് ഒരു കണക്ടിവിറ്റിയും ഇല്ല. സോ ഇത് തമ്മിലെ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കുന്നത് ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി അല്ലെങ്കിൽ JDBC ഉപയോഗിച്ചാണ്. Database access is one of the important features of web application. Java has its own technology for database connectivity called JDBC. JDBC-ക്കകത്ത് കുറെ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് MS ആക്സസോ മൈക്രോസോഫ്റ്റ് SQL സെർവറോ ഒറക്കിളോ MySQL ഏത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറയുന്നത് environment number, then student name, program, then value submit ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്
നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു എസ്റ്റാബ്ലിഷ് എ പ്രോപ്പർ കണക്ഷൻ ബിറ്റ്വീൻ അവർ ആപ്ലിക്കേഷൻ ആൻഡ് ഡേറ്റാബേസ്. അപ്പൊ നമ്മുടെ മൈക്രോസോഫ്റ്റ് എസ്ക്യൂഎൽ ആണ് പറയുന്നത് തോന്നുന്നു. ഇതൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു കണക്ടിവിറ്റി കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ കണക്ഷൻ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് JDBC മൈക്രോസോഫ്റ്റ് എസ്ക്യൂഎൽ സെർവർ, അപ്പൊ ഈ സെർവറിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിന്റെ അഡ്രസ്സും അതിന്റെ പോർട്ടുമാണ്, IP അഡ്രസ്സും അതിന്റെ പോർട്ടുമാണ്. ആ ഡേറ്റാബേസിന്റെ യൂസർ നെയിം ആണ് SA, പാസ്വേഡ് എന്ന് പറയുന്നത് പൂനം, ഡേറ്റാബേസ് നെയിം എന്ന് പറയുന്നത് SOCIS. അപ്പം SOCIS എന്ന് പറയുന്ന ഡേറ്റാബേസുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ ചെയ്തിട്ട് class.phone നെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ JDBC ഡ്രൈവറിനെ ലോഡ് ചെയ്യും. ഈ ഡ്രൈവറിന്റെ പേരൊക്കെ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് SQL സെർവറിന്റെ ഡ്രൈവറാണിത്. ഇതിനെ നമ്മൾ ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്തതിനു ശേഷം con.equal to ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ, എന്നിട്ട് ആ URL പറഞ്ഞു കൊടുക്കും. URL എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ഡേറ്റാബേസ് കണക്ഷൻ സ്ട്രിംഗ് ആണ് URL. അതിനെ പാസ് ചെയ്ത് വിട്ട് കഴിയുമ്പോഴത്തേക്കിന് എന്താവും, കണക്ഷൻ ആവും. കണക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റിന് ഒരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നു. സ്റ്റേറ്റ്മെന്റിന് ഒബ്ജക്റ്റിനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇൻസേർട്ട് ക്വറിയുടെ എഴുതും. ഇൻസേർട്ട് ക്വറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസിലോട്ട് എന്തിനാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡന്റ് വാല്യൂസ്, എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നു, റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം, പ്രോഗ്രാം നെയിമിനെ എല്ലാം പാസ് ചെയ്ത് കൊടുക്കും. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഡോട്ട് എക്സിക്യൂട്ട് അപ്ഡേറ്റ് വെച്ചിട്ട് നമ്മൾ യുവർ ഡേറ്റ ഈസ് സക്സസ്ഫുള്ളി സ്റ്റോർഡ് ഇൻ ദ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡേറ്റാബേസുമായിട്ട് കണക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പം ഡേറ്റാബേസിന്റെ സൈഡിൽ നിന്നുള്ള SQL കോഡാണ് ഈ കാണുന്ന ഇൻസേർട്ട്. അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് വെച്ച് വിളിക്കും. ഇങ്ങനെ നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വിട്ടാൽ യുവർ ഡേറ്റ ഈസ് സക്സസ്ഫുള്ളി സ്റ്റോർ ഇൻ ദ ഡേറ്റാബേസ്. നമുക്കൊരു എന്ത് വരുന്നു, റിസൾട്ട് വരുന്നു. ഇനി നമുക്ക് ഡേറ്റയെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഡേറ്റയെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റിസൾട്ട് സെറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്, സ്റ്റുഡന്റിന്റെ അകത്തുള്ള ഡേറ്റയെല്ലാം നമ്മൾ എടുത്തിട്ട് റിസൾട്ട് സെറ്റിന്റെ ഒബ്ജക്റ്റിലോട്ട് സ്റ്റേറ്റ്മെന്റ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി എന്ന് പറയുമ്പോൾ റിസൾട്ട് സെറ്റിലോട്ട് അതെല്ലാം കയറും. എന്നിട്ട് അതിനെ ഓരോന്നിനെ RS ഡോട്ട് ഗെറ്റ് ഓഫ് റോൾ നമ്പർ എന്ന് പറയുമ്പോൾ റോൾ നമ്പറിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, ആദ്യത്തെ വാല്യൂവിനെ നമുക്ക് കിട്ടുന്നു. ദെൻ സ്റ്റുഡന്റ് നെയിമിൽ, അതാണ് RS ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ് ഓഫ് സ്റ്റുഡന്റ് നെയിം, അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ കിട്ടുന്നു. ദെൻ പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ കിട്ടുന്നു. അവിടെ നമ്മളൊരു വൈൽ RS ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു. ഈ വൈൽ RS ഡോട്ട് നെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി റിസൾട്ട് സെറ്റിൽ നെക്സ്റ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഉണ്ടെങ്കിൽ വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ വെച്ചത് തീരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കും നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് കിട്ടും. ഡേറ്റാബേസ് കണക്ടിവിറ്റിക്ക് വേണ്ടി നമുക്ക് വേണ്ടത്, ആദ്യമേ നമ്മൾ JDBC ഡ്രൈവറിനെ നമ്മൾ ലോഡ് ചെയ്യുക, കണക്ഷൻ സ്ട്രിംഗിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ SQL സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ. സ്റ്റേറ്റ്മെന്റ് ഡോട്ട് എക്സിക്യൂട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് അപ്ഡേറ്റ് ക്വറീസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ റിസൾട്ട് നമ്മൾ ഒരു റിസൾട്ട് സെറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഒരു ഒബ്ജക്റ്റിലായിരിക്കും സ്റ്റോർ ചെയ്ത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെ നമുക്ക് നോക്കാനുള്ളത് JSP ആണ്, യൂണിറ്റ് 4. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.